ആണ് ആദ്യം എടുക്കുന്നത്. ആദ്യമേ എനിക്ക് കോംപ്ലക്സ് അനാലിസിസിന് എഴുതുക. പിന്നെ ചാപ്റ്റർ ഹെഡിങ് അനാലിറ്റിക് ഫങ്ഷൻസ്. യൂണിവേഴ്സിറ്റി പഠിച്ചതല്ലേ? അതെ. ആരാ കോംപ്ലക്സ് അനാലിസിസ് ആരാ പഠിപ്പിച്ചേ? അതെന്നറിയുന്നുകൂടാ. പിന്നെ മറ്റേ ഹെഡായിട്ടിരുന്ന് ജെയിംസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ റിട്ടയറായി. 16 റിട്ടയറായി. ഇപ്പോൾ കോംപ്ലക്സ് അനാലിസിസ്, അനാലിറ്റിക് ഫങ്ഷൻസ്, പിന്നെ സബ് ഹെഡിങ് ലിമിറ്റ്സ് എന്ന് എഴുതണം. ഇപ്പോൾ FZ ലിമിറ്റ് ഇപ്പോൾ ഞാൻ എഴുതേണ്ടത് പറഞ്ഞു തരും. ഇപ്പോൾ ഒന്നും എഴുതണ്ട. ലിമിറ്റ് Z FZ L എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ZAയിലേക്ക് അടുക്കാന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിൽ അല്ലെ അർജൻറ്റ് ഡയഗ്രത്തിൽ കോംപ്ലക്സ് നമ്പേഴ്സ് പോയിൻറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Z=X+IY ആണെങ്കിൽ XY എന്നുള്ള പോയിൻ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനാണ് അർജൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ Z ആണെങ്കിൽ A എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഇതാണെന്ന് വരിക. അപ്പോൾ ZAയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ZAയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുക എന്നാണ്. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ Z1ഉം Z2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് |Z1 - Z2 ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്കുള്ള അകലമാണ്. ഇതാണ് Z എങ്കിൽ ഇതാണ് |Z. പിന്നെ Z1ഉം Z2ഉം ഇത് ആണെങ്കിൽ |Z1 - Z2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ ZAയും തമ്മിൽ ZAയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ZAയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുക എന്നാണ്. അപ്പം we say that limit Z and FZ = L if for every positive number epsilon there exists a positive number delta such that |FZ - L is less than epsilon whenever 0 less than |Z - A less than delta. ഈ |Z - A = R എന്ന് പറഞ്ഞാൽ സെൻറ്റർ എയും റേഡിയസ് ആറും ഉള്ള സർക്കിൾ എന്നാണ്. |Z - A ലെസ് ദാൻ R എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്നാണ്, ഇൻസൈഡാണ്. ഇത് ജോമെട്രിക്കലായിട്ട് കാണിച്ചാൽ ഇപ്പോൾ ഈ |Z - A ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സെൻറ്റർ എയും റേഡിയസ് ഡെൽറ്റയും ഉള്ള സർക്കിളാണ്. ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ ആയിരിക്കാം. അപ്പോൾ അല്ല, അത് പഠിച്ചത് Z അല്ല, ഇത് A ആണ്. അപ്പോൾ Z ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതോ നേരം L സെൻറ്ററാക്കി എപ്സിലോൺ റേഡിയസ് വരയ്ക്കുന്ന സർക്കിളാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും FZ കിടക്കുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ കുറയും തോറും എപ്സിലോണും കുറയും. ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടും. ഏതാണ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരെണ്ണം കൂടുമ്പം മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും എന്നാണ്. ഇവിടെ 0 ലെസ് ദാൻ എഴുതിയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഡുലസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, മിനിമം 0 ആവത്തുള്ളൂ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ഇവിടെ പക്ഷേ
സീറോ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. അതെന്താ അങ്ങനെ ഒഴിവാക്കിയതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്തായിരിക്കും? ഏത് പോയിന്റ് അല്ല? അതൊന്നും അല്ല കാരണം. അല്ല, അതൊന്നും അല്ല കാരണം. അതായത് ഇതിൽ നിന്ന് എ എന്നുള്ള പോയിന്റ് ഒഴിവാക്കി സീറോ ആകുന്നത് എപ്പോഴാണ്? ഇസഡ് മൈനസ് എ സീറോ ഇസഡ് ഈക്വൽ ടു എ ആണ്. എയിൽ എ എന്നുള്ള പോയിന്റ് ഇവിടെ ഒഴിവാക്കിയിരിക്കുക. ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ സെൻറ്റർ ഒഴികെയുള്ള മുഴുവൻ പോയിൻറ്റും ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അത് അങ്ങനെ എന്തിനാണ് സെൻറ്റർ ഒഴിവാക്കിയെന്നാണ് എൻ്റെ ചോദ്യം. പറയാം, വിശദീകരണം പറയാം. ഇപ്പോൾ എഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് 9 ഇസഡ് മൈനസ് 3. ഇസഡ് നോട്ട് ഈക്വൽ ടു 3. ഇസഡ് ഈക്വൽ ടു 3. F3 എത്രയാണ് വരുന്നത്? 9 മൈനസ് 9, 3 സ്ക്വയർ 9 മൈനസ് 9 0. താഴെ 3 മൈനസ് 3 0/0 അല്ലേ? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. F3 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു 3 എഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ കാരണം ഇനിയും പറയാൻ പോകുന്നത്. ഇത് ഇസഡ് പ്ലസ് 3 ഇൻറ്റു ഇസഡ് മൈനസ് 3 എന്ന് എഴുതത്തില്ലേ? അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇസഡ് പ്ലസ് 3 എന്ന് വരും. ഇസഡ് 3 ആകുന്നില്ല. ടെൻസ് 3 ഒരിക്കലും 3 ആവുന്നില്ല. 3 ആയിരുന്നെങ്കിൽ ഇത് 0 ആയിപ്പോയി. 0 ഇങ്ങനെ ക്യാൻസലാക്കാൻ പറ്റത്തില്ല. ഇസഡ് നോട്ട് ഈക്വൽ ടു 3 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇസഡ് അപ്പോൾ ഇവിടെ ഇസഡ് 3യിലേക്ക് അടുക്കുമ്പം എഫ് ഇസഡ് എന്തിലേക്ക് അടുക്കുന്നത്? ഇസഡ് 3 ആകുമ്പം 6 അല്ലേ? 9 അല്ല, 6. അപ്പോൾ 6ലേക്ക് അടുക്കും. ഇവിടെ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു 3 എഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 6 ആണ്. പക്ഷേ F3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? F3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ എഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ട് എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ചെയ്തതുകൊണ്ട് ഇതല്ലേ എടുത്തുള്ളതിന്? ഇതാണ് ഏതാണെന്ന് ഓർക്കുന്നുണ്ട്. വലിച്ചിട്ട് ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ട് എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ടാണ് എ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇസഡിന് എന്ന് കൊടുത്താൽ എന്തോ ഇനീക്വാളിറ്റി? ഇസഡിനെ കൊടുക്കുമ്പോൾ ഇത് 0 ആണ്. 0 ഏതായാലും പോസിറ്റീവ് നമ്പറിനൊക്കെ ചെറുതാണല്ലോ. ഇവിടെ മോഡ് എഫ് എ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ പറയുന്നതിന് അർത്ഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് എ ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡെഫിനേഷൻ പറയാം. ദി ഫംഗ്ഷൻ എഫ് ഇസഡ് ഈസ് സെറ്റ് ടു ഹാവ് ദി ലിമിറ്റ് എൽ ആസ് ഇസഡ് ടെൻഡ്സ് ടു എ if for every positive number epsilon there exists a positive number delta such that mod z minus l less than epsilon whenever 0 less than mod z minus l less than delta. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. പിന്നെ ഇതിന് റിയൽ കേസുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം, റിയൽ കേസിൽ ലിമിറ്റ് എക്സ്റ്റൻഷൻ എഫക്ട്സ് എന്ന് പറയുന്നത് റിയൽ ലൈനാണ്. ടെൻസ് ചെയ്യുന്നത് പറയുന്നത് റൈറ്റിൽ നിന്ന് ടെൻഡ് ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് ടെൻഡ് ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് ടെൻഡ് ചെയ്യുന്നത് റൈറ്റ് ലിമിറ്റ് എന്ന് പറയും, ലെഫ്റ്റിൽ നിന്ന് ടെൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ലിമിറ്റ്. ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കോമൺ വാല്യൂവിന് ലിമിറ്റ് എക്സ്റ്റൻഷൻ എഫക്ട്സ് എന്ന് പറയും. അപ്പോൾ കോംപ്ലക്സ് റിയലും തമ്മിലുള്ള വ്യത്യാസം, റിയലിൽ നമ്പർ ലൈനാണ്, റിയൽ ലൈനാണ്. ഇത് കോംപ്ലക്സ് പ്ലെയിനാണ്. ഇസഡ് ഇത് എ എന്നുള്ള കോംപ്ലക്സ് നമ്പറാണ്. ഇസഡ് ടെൻഡ്സ് ടു എ എന്ന് പറയുന്നത് ഇങ്ങനെ 2 ഡയറക്ഷൻ മാത്രമല്ല, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ ഇൻഫിനിറ്റ് ഡയറക്ഷൻ. ഇനിയിപ്പോൾ ലൈൻ വേണമെന്നില്ല, പരാബോളയോ സർക്കിളോ ഏത് കർവിൽ കൂടെ ടെൻഡ് ചെയ്യാം. അപ്പോൾ ഇൻഫിനിറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. ഇൻഫിനിറ്റ് ഡയറക്ഷൻസിലും ഒരേ ലിമിറ്റിലേക്ക് തന്നെ ലിമിറ്റ് വന്നാൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അവിടെ ആകെ 2 ഡയറക്ഷനിലുള്ളതുകൊണ്ട് അവിടെ 2 ഡയറക്ഷൻ 2 പേര് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, പ്രത്യേക പേരൊന്നും കൊടുത്തിട്ടില്ല. ഇൻഫിനിറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ എല്ലാ ഡയറക്ഷനിലും ഒരേ ലിമിറ്റിലേക്ക് വരുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഏതെങ്കിലും 2 ഡയറക്ഷനിൽ ലിമിറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് പറയും. ഇത്രയും ഒന്ന് എഴുതുക.
ലിമിറ്റ്സ് എന്നുള്ള ഹെഡിങ്. ദി ഫംഗ്ഷൻ എഫ് ഇസഡ് ഈസ് സെറ്റ് ടു ഹാവ് the limit L as z tends to a if for every positive number epsilon comma there exists a the function f z is said to have the limit L as z tends to a if for every positive number epsilon comma there exists a positive number delta such that mod f z minus L less than epsilon ബോർഡിൽ എഴുതിയിട്ടില്ല, നോക്കി എഴുതാമല്ലോ. mod f z minus L less than epsilon whenever 0 less than mod z minus L less than delta. In this case we write limit z tends to a f z equal to L. ഈ രണ്ട് ഡയഗ്രാം കൂടെ വരച്ചെഴുതുന്നത് എ സെൻറ്ററാക്കിയുള്ള ഡെൽറ്റ റേഡിയസ് ഉള്ള സർക്കിളിനകത്താണ് ഇസഡ് കിടക്കുന്നത്. അന്നേരം എൽ സെൻറ്ററാക്കി എപ്സിലോൺ റേഡിയസിലുള്ള സർക്കിളിനുള്ളിലായിരിക്കും എഫ് ഇസഡ് കിടക്കുന്നത്. ഈ ഒരെണ്ണം കുറയുമ്പം മറ്റതും കുറയും. ഏതാണ് കുറവെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം 1/z എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ കുറവായിരിക്കും, അല്ല ഡെൽറ്റ കൂടുതലും എപ്സിലോൺ കുറവ്. നേരെ മറിച്ച് ഇസഡ് സ്ക്വയർ ആവുകയാണെങ്കിൽ തിരിച്ചായിരിക്കും, ഡെൽറ്റ കുറവും എപ്സിലോൺ കൂടുതലുമായിരിക്കും. അത് ആ ഫംഗ്ഷൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഏതായാലും എങ്ങനെയായാലും ഒരെണ്ണം എപ്സിലോൺ കുറഞ്ഞാൽ ഡെൽറ്റയും കുറയും, എപ്സിലോൺ കൂടിയാൽ ഡെൽറ്റയും കൂടി, അതിന് മാറ്റമില്ല. എപ്സിലോനാണോ ഡെൽറ്റയാണോ കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അടുത്ത പാരഗ്രാഫിൽ if limit z tends to a f z exits then it is not necessarily true that f of a exits. For example, consider the function f defined by f of z equal to z square minus 4 by z minus 2 if z not equal to 2. Here f2 does not exist. ഇനി ലിമിറ്റ് z tends to 2 f z equal to z square minus 4 by z minus 2 equal to limit z tends to 2, ഇത് z plus 2 into z minus 2 എന്ന് എഴുതാം, by z minus 2. ഇത് z minus 2 ക്യാൻസൽ ആയിപ്പോൾ ഇങ്ങനെ വരത്തില്ല. ഇതെന്താണ് ഈ നമ്പർ? ലിമിറ്റ് z tends to 2 f z plus 2 എത്രയാണ്? 2 ഇടുമ്പോൾ 4 അല്ലേ, 4ലേക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ f2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷനിൽ 0 ലെസ് ദാൻ മോഡ് z മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് കണ്ടിന്യൂസ് ഫങ്ഷൻ അല്ലെ കണ്ടിന്യൂറ്റി എഴുതാം. കണ്ടിന്യൂറ്റി നിങ്ങൾ വിളിച്ച തൊഴിൽ വാർത്ത കണ്ടിട്ടാണോ അത് വിളിച്ചത്? അല്ലാതെ തന്നെ അറിഞ്ഞുകൂടായിരുന്നു ഇല്ലേ?
F is said to be continuous at z equal to a if the following conditions are satisfied. ഒന്ന് f of a exist ചെയ്യണം. രണ്ട് ലിമിറ്റ് z tends to a f z exist ചെയ്യണം. മൂന്നാമത് ഇത് രണ്ടും തുല്യമായിരിക്കണം. ഈ മൂന്നാമത്തെ കണ്ടീഷൻ മാത്രം പറഞ്ഞാലും മതി. ഇത് രണ്ടും ഇംപ്ലൈഡാണ്. പക്ഷേ ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് തുല്യമാവണമെന്നൊന്നുമില്ല. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ കിട്ടത്തില്ല. പക്ഷേ മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ആദ്യത്തെ രണ്ടും ഇംപ്ലൈഡാണ്. മൂന്നാമത്തെ മാത്രം പറഞ്ഞാലും മതി. പിന്നെ ഒരു ബലത്തിന് വേണ്ടി അങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ മുമ്പത്തെ ഡെഫിനിഷൻ എല്ലിൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? എഫ് ഓഫ് എ അല്ലേ? അപ്പോൾ എപ്സിലോണിൻ്റെ ഡെൽറ്റയുടെ ടേംസിൽ ഈ ഡെഫിനേഷൻ എങ്ങനെ മാറ്റി പറയാം? ദി ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് z equal to a if for every positive number epsilon there exists a positive number delta such that mod f z minus f a is less than epsilon whenever ഇവിടെ 0 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് എന്ന് വേണ്ട. കാരണം ഇവിടെ എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എയിൽ ഉൾപ്പെടെ ശരിയാണ്. ഇപ്പോൾ എ ഇടുമ്പോൾ എന്ത് വരും? ഇത് എഫ് എ മൈനസ് എഫ് എ 0 എപ്സിലോണിനേക്കാൾ ചെറുതല്ലേ? കാരണം എപ്സിലോൺ പോസിറ്റീവ് നമ്പറാണ്. ഇവിടെയോ ഇസിലെ കൊടുത്താൽ 0 ലെസ് ദാൻ ഡെൽറ്റ, അതും ശരിയാണ്. അപ്പോൾ എ ഉൾപ്പെടെ ഉള്ള പോയിന്റിൽ ശരിയാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ പറയുമ്പം 0 ലെസ് ദാൻ എന്ന് അല്ല, ഇവിടെ 0 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് വേണ്ട. അങ്ങനെ എഴുതിയ തെറ്റാണ്. ഇവിടെ മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് മാത്രം മതി. ഇവിടെയും ലിമിറ്റ് ഈ റിയൽ കേസിലെ ഡെഫിനിഷൻ ഇത് തന്നെയാണ്. എഴുതുന്ന വാക്കുകളെല്ലാം ഇത് തന്നെയാണ്. പക്ഷേ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പം വ്യത്യാസമാണ്. അത് റിയൽ ലൈനാണ്. അവിടെ 2 ഡയറക്ഷനിലെ ലിമിറ്റേ ഉള്ളൂ. ഇവിടെ ഇൻഫിനിറ്റ് ഡയറക്ഷനുണ്ട്. അപ്പോൾ അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പം, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പം മാറ്റമുണ്ട്. എഴുതുന്ന വാചകങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് റിയൽ കേസിൽ, ലിമിറ്റിലായാലും കണ്ടിന്യൂറ്റി ആയാലും. ഇത് ഡെഫിനേഷൻ ഒന്ന് അല്പം മാറ്റി പറയുകയാണെങ്കിൽ ഇസഡ് മൈനസ് എക്ക് എച്ച് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് എച്ച്. ഇസഡ് എയിലേക്ക് അടുക്കുമ്പോൾ, ഇസഡ് എ ആകുമ്പോൾ എച്ച് എന്താണ്? 0. അപ്പോൾ ഇസഡ് എയിലേക്ക് അടുക്കുമ്പോൾ എച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഈ മൂന്നാമത് പറഞ്ഞ കണ്ടീഷൻ എഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പം ഡെഫിനേഷനിൽ ഈ ലിമിറ്റ് എഫ് എ ആകുമ്പോഴാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂ ഡെഫിനേഷൻ ഇങ്ങനെ മാറ്റി പറയാം. ദി ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് z equal to a if ലിമിറ്റ് h ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് എ ആകുമ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്. അത്രയൊന്നും എഴുതുക. കണ്ടിന്യൂറ്റി എന്നുള്ള ഹെഡിങ്. ദി ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് z equal to a, continuous at z equal to a if the following conditions are satisfied. If the following conditions are satisfied. Following conditions are satisfied. One, f of a exits. F of a exits. 2. Limit z tends to a f z exits. 3. Limit z tends to a f z equal to f a. അടുത്ത പാരഗ്രാഫ്. ഇൻ അതർ വേർഡ്സ് f is continuous at z equal to a. F is continuous at z equal to a if for every positive number epsilon, if for every positive number epsilon, comma, there exists a positive number delta such that mod f z minus f a less than epsilon whenever
mod z minus a less than delta. ഇനി അടുത്ത പാരഗ്രാഫിൽ put z minus a equal to h or z equal to a plus h. Z equal to a plus h. ഇനി as z tends to a, h tends to 0. Therefore, limit z tends to a, f of z equal to limit h tends to 0, f of a plus h. So, f is continuous at z equal to a if f is continuous at z equal to a if limit h tends to 0, f of a plus h is equal to f a. ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച വേറെ ആരെങ്കിലും സെറ്റ് ജയിച്ചിട്ടുണ്ടോ? B.Ed ബാച്ച് ആകെ ഒരാളെ ജയിച്ചത്. എത്ര പേരുണ്ട്? മാത്സിൽ ഒരാളെ ഉണ്ട്. എത്ര പേരുണ്ട് മൊത്തം? 15 ഉണ്ടോ? 4 പേരേ ഉള്ള. ടോട്ടൽ 50 ഉള്ളല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു തിയോഫിലിസിലൊക്കെ ഇതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to 0? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to 0? കണ്ടിന്യൂസ് അറ്റ് z equal to 0. Option A, f of z equal to xy divided by x square plus y square if z not equal to 0. 0 if 0 if z equal to 0. രണ്ടാമത്തെ ഓപ്ഷൻ f of z equal to x square y divided by x raised to 4 plus y square if z not equal to 0. 0 if z equal to 0. Option C, f of z equal to s cubed y divided by s raised to 6 plus y square if z not equal to 0. 0 if z equal to 0. Option D, f of z equal to x square y divided by ഈ പറഞ്ഞതിൽ ഒരെണ്ണം മാത്രമേ 0യിൽ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. അതേതാണ് എന്നാണ് ചോദ്യം. 0യിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇപ്പോൾ പറഞ്ഞല്ലോ, ലിമിറ്റ് z ടെൻസ് 0, f of z എക്സിസ്റ്റ് ചെയ്യണം, അത് f0യ്ക്ക് തുല്യമാകണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്ന് തെളിയിക്കാൻ പോവാം. എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് f0യ്ക്ക് തുല്യമായി. f0 എത്രയാണ് ഇവിടെ ഈ ചോദ്യത്തിൽ? ഇങ്ങനെ ഇത് പറയാൻ കാരണം z എന്ന് പറഞ്ഞാൽ x പ്ലസ് i ആയിരുന്നല്ലേ. അപ്പോൾ z 0 എന്ന് പറഞ്ഞാൽ എക്സും 0 വൈയും 0, എക്സും 0 വൈയും 0 ആകുമ്പം ഇത് 0 ബേസ് എക്സിസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അത് വേറെ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് 0. ഇവിടെ എല്ലാ ചോദ്യത്തിലും അങ്ങനെ, എല്ലാ ഓപ്ഷനിലും അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനെ പറ്റി നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ അത് f0യ്ക്ക് തുല്യമാകുകയും വേണം. ഇവിടെ ഈ ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തേ ഇല്ലെന്ന് തെളിയിക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ഡയറക്ഷനിൽ 2 ലിമിറ്റിലേക്ക് വരുമെന്ന് തെളിയിച്ചാൽ മതി.
എല്ലാ ഡയറക്ഷനിലും ഒരേ ലിമിറ്റ് വരുമ്പോഴാണ് അതിനെ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് ഒന്നാമത്തെ ഓപ്ഷനെ പറ്റി പറയുന്നത് എഫ് ഇസഡ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സും വൈയും 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഡിഫറെൻറ്റ് ലൈൻസിൽ ഡിഫറെൻറ്റ് ലിമിറ്റ് വരുമെന്ന് തെളിയിക്കുകയാണ്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ y = mx + c ആണ്. അത് ഒറിജിനിൽ കൂടെ കടന്നു പോകുമ്പോൾ c 0 ആയിരിക്കും, അല്ലെങ്കിൽ y = mx എന്ന് വരും ഒറിജിനിൽ കൂടെ പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. അലോങ് ദി ലൈൻ y = mx. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഇസഡ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് mx ഇടുക. പിന്നെ y ടെൻസ് ടു 0 എന്ന് എഴുതണ്ട, കാരണം y ഇല്ലല്ലോ ഇതിനകത്ത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 mx² ഡിവൈഡഡ് ബൈ, ഇവിടുന്ന് x² കോമൺ ഫാക്ടർ എടുക്കാം. x² ക്യാൻസലായി പോവുകയല്ലേ, പിന്നെ വരുന്നത് m ഡിവൈഡഡ് ബൈ 1 + m². m 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 0 1 ആവുന്നത്. m 1 ഇടുമ്പോഴോ 1/2, 2 ഇടുമ്പോൾ 2/5. ഇതിങ്ങനെ മാറി മാറിയല്ലേ വരുന്നത്. അങ്ങനെ കൊടുത്തു നോക്കേണ്ട കാര്യമില്ല. m ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് m മാറുമ്പം ലിമിറ്റ് മാറുമെന്നാണ്. അപ്പോൾ ആൻസറിൽ m ഉള്ളത് കൊണ്ട് ഇതൊരു യുണീക്ക് ലിമിറ്റിലേക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ് z → 0 എഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് പറയും. ലിമിറ്റ് z → 0 എഫ് ഇസഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകും. പിന്നെ f0ക്ക് തുല്യമാണെന്ന് നോക്കേണ്ട കാര്യമില്ല, ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് അറ്റ് z = 0 എന്ന് പറയും. ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് z = 0. അപ്പോൾ അത്ര എഴുതാമെന്ന് ഓരോന്നും കഴിഞ്ഞിട്ട് പറയാം. ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് അത് ഷോർട്ട് കട്ട് പെട്ടെന്ന് ചോദ്യം കണ്ട ഉടനെ എങ്ങനെ എഴുതുമെന്ന് പറയാം. ഒന്നാമത്തെ ആയിട്ട് ലിമിറ്റ് എ, ഓപ്ഷൻ എ പറ്റിയാണ് പറയാം. ഈ നിങ്ങൾ പറഞ്ഞ റിസർച്ച് ഗൈഡായിട്ടിരിക്കുന്ന ആളാണെന്ന് തോന്നില്ലേ? കുറച്ച് പേര് അവിടെ എടുത്തവരെ എനിക്കറിയാം. ബൈ 1 + m² എന്നല്ലേ കിട്ടിയത്. അപ്പോൾ ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ m. Therefore limit z → 0 f z does not exist. Limit z → 0 f z does not exist. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആകുകയില്ല. സോ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് z = 0. രണ്ടാമത്തെ ഓപ്ഷൻ ഇത് റിപ്പീറ്റ് ചെയ്തേ, ഇത് തന്നെ. അപ്പോൾ ഇത് m² x² വരത്തില്ലേ? x ഇൻറ്റു m² x² ബൈ s⁴ അല്ലേ? അപ്പോഴെന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 m² x³ ഡിവൈഡഡ് ബൈ x² പ്ലസ് m² ഇൻറ്റു x² എന്ന് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ? m² x⁴ വരുമോ? s³ അല്ലേ വരുത്താം? s³ എന്നാണ് ഞാൻ s² y അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ വരത്തില്ലല്ലേ? അപ്പോൾ mx³ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ പിന്നെന്താ വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 mx ഡിവൈഡഡ് ബൈ x² പ്ലസ് m². x0 ഇത് 0/m² എന്ന് കിട്ടും അല്ലേ? 0. അപ്പം നമ്മൾ വിചാരിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഇത് f0 അല്ലേ, കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഇത് ലൈന് മാത്രമേ ആവുന്നുള്ളൂ, വേറെ എറേഴ്സ് ഇല്ലേ? ഈ 0 വരാൻ കാരണം മുകളിൽ ഒരു എക്സ് മിച്ചമുള്ളതുകൊണ്ടാണ് അല്ലേ?
അത് മിച്ചമില്ലായിരുന്നു മുമ്പത്തെ പോലെ വന്നേനെ. മിച്ചമില്ലാതെ വരണമെങ്കിൽ ഇപ്പോൾ ഈ വൈക്ക് എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ എന്താവും? എക്സ് സ്ക്വയർ എന്ന് കൊടുത്താൽ മുകളിൽ x സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ x⁴ എന്നാവും. താഴെയാണ് x⁴ പ്ലസ് x⁴ 2x⁴. അപ്പോൾ x⁴/2x⁴ ഹാഫ് എന്ന് കിട്ടും. 0 വ്യത്യസ്തമായ ഒരു ലിമിറ്റാണ് കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് ലൈനിലെല്ലാം ഒരേ ലിമിറ്റ് ആണെങ്കിൽ പോലും വേറെ കർവുണ്ട് 0 അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ അതുകൊണ്ട് ഈ y = LX എന്ന് എക്സ് സ്ക്വയർ എന്ന് പറയാതെ ജനറലൈസ് ചെയ്ത് അങ്ങ് പറയാം. y = എലോങ് ദി, അതിന് പരാബോള എന്നാണ് പറയുന്നത്. എലോങ് ദി പരാബോള y = ax³ അല്ല, ax³ അല്ല, ax². Therefore limit z tends to 0 fz, മറ്റേ എഴുതിയല്ലേ 0 എന്ന് എഴുതിയല്ലോ, fz = ലിമിറ്റ് x tends to, വേണം 0 എന്ന് കിട്ടിയില്ലേ, അത് 1 എന്ന് മാർക്ക് ചെയ്തേരെ. അല്ല, അത് 1 ഒന്നും വേണ്ട. ലിമിറ്റ് x tends to 0 x² y എന്നല്ലേ, x² ഇൻറ്റു ax² ബൈ x⁴ പ്ലസ് a²x² അല്ലേ, അപ്പോൾ x⁴ ആണ്, a²x⁴ ആണ്, ഈക്വൽ ടു ലിമിറ്റ് x tends to 0 ax⁴ ബൈ 1 + a² ഇൻറ്റു x⁴ എന്ന് കിട്ടും. ഇതും ക്യാൻസലായി പോവുകയല്ലേ. പിന്നെ വരുന്നത് a/1 + a² കിട്ടും. അത് യുണീക്കല്ല, എ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ലൈനിൻ്റെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പല പരാബോളായി പല ലിമിറ്റ്, ഞാനതോടെ എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണെങ്കിൽ ഇത് മാത്രം എഴുതിയാലും മതി. നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കത്തില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്ര എഴുതുക. ഇന്നലെ അയച്ച പിന്നെ ഒരു തെറ്റൂടെ കണ്ടു കേട്ടോ. ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ. Therefore limit z tends to 0 fz does not exist. So f is not continuous at z = 0. Limit z tends to 0 fz does not exist. Therefore f is not continuous at z = 0. അടുത്തത് x³ y ആയില്ലേ താഴെ. അത് ഞാൻ ഈ ലൈനിലെ കാര്യം പറയുന്നേ ഇല്ല. y = x³ ആണെങ്കിൽ അത് 1/2 മറ്റോ കിട്ടും. ആ x³ വരെ ax³ എടുക്കുക, അന്നേരം ഡിഫറൻറ്റ് ലിമിറ്റ്സ് കിട്ടും. 3 ഓപ്ഷൻ സി ആണ്. ലിമിറ്റ് z tends to 0 fz = ലിമിറ്റ് x tends to 0 s³ y ബൈ അല്ലേ, ഇങ്ങനെയല്ലേ, y². ലെറ്റ് x tends to 0 and y tends to 0 along the curve y = ax³. Therefore limit z tends to 0 fz. ഇത് ലൈനിലെടുത്തു കഴിഞ്ഞാൽ 0 വരും. ഇത് ലിമിറ്റ് x tends to 0 s³ ഇൻറ്റു ax³ ഡിവൈഡഡ് ബൈ s⁻⁶ a²x⁻⁶. s⁻⁶ ക്യാൻസൽ ചെയ്ത് മുമ്പത്തെ പോലെ a/1 + a² തന്നെ വരും അല്ലേ.
അത് എ മാറുന്നതനുസരിച്ച് ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതുവെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ നേരത്തെ? ഇതുവെല്ലാം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രി ക്ലാസ്സിലോ വല്ലോ? ഏത് ഈ ചോദ്യമോ? അതിന് സാധ്യത ഒട്ടും ഇല്ല. പോയി നോക്കിയാൽ അറിയാം. കണ്ടിന്യൂറ്റി പഠിച്ചില്ലെന്നല്ല, അത് വെറുതെ എപ്സിലോൺ ഡെൽറ്റയും ചേർത്ത് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ട് അടുത്ത തിയറത്തിലേക്ക് പോകും. പ്രോബ്ലം പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, അത് പഠിപ്പിച്ചില്ലെന്നേ പറഞ്ഞുള്ളൂ. ഡെഫിനേഷനൊക്കെ പറഞ്ഞു കാണും. എത്ര എഴുതിയോ? ദിസ് ലിമിറ്റ് എഴുതി കഴിഞ്ഞോ? ഇപ്പോൾ കഴിഞ്ഞോ? ഇത് കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. ദിസ് ലിമിറ്റ് ഡസ് നോട്ട്, അല്ല, ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ. ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ. therefore f z is, അല്ല, therefore limit z in 0 f z does not exist. Therefore limit z in 0 f z does not exist. Therefore f z is not continuous at z equal to 0. Therefore f z is not continuous at z equal to 0. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ? അതാണ് ആൻസർ. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ലൈനിലെല്ലാം ഒരേ ലിമിറ്റ് എന്ന് പറഞ്ഞു. അല്ല, ആദ്യത്തെ ലൈനിൽ ഡിഫറൻറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ലൈനിൽ ലിമിറ്റ് 0 ആണ്, പക്ഷേ പരാബോളയിൽ വേറെ ലിമിറ്റ് കിട്ടും. മൂന്നാമത്തെ ക്യൂബിക്കൽ ആയിട്ടുള്ള കർവ് എടുക്കുമ്പം അവിടെയും പല ലിമിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ കർവും എടുത്ത് ഒരേ ലിമിറ്റ് വരുമെന്ന് തെളിയിക്കുന്ന നടക്കുന്ന കാര്യം അല്ല. അതുകൊണ്ട് അതിന് വേറൊരു മാർഗം പറയുകയാണ്. ഇത് പോളാർ കോർഡിനേറ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സ് ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറയാം. ഇപ്പോൾ എഴുതരുത്. ലിമിറ്റ് ഓപ്ഷൻ ഡിയെ പറ്റിയാണ് പറയുന്നത്. 0 f z ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 വൈ ടെൻസ് 0. എന്താ ചോദ്യം? എന്തായിരുന്നു? എക്സ് സ്ക്വയർ വൈ ആ വൈ സ്ക്വയർ. അത് എക്സിന് ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ത് കിട്ടും? ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എക്സും വൈയും 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ആറും 0യിലേക്ക് ടെൻഡ് ചെയ്യും. 0 ആൻഡ് വൈ ടെൻസ് 0, ആർ ടെൻസ് 0. മുമ്പത്തെ ചോദ്യങ്ങളിൽ ഇങ്ങനെ എടുത്താലുള്ള കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേത് ആർ കോസ് തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ വെട്ടി കോസ് തീറ്റ സൈൻ തീറ്റ, ആ ലിമിറ്റ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാം ഓരോ ചോദ്യമേ. അപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയായിരുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ മതി. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് തെളിയിക്കേണ്ടത്. എന്ത് കിട്ടും? ലിമിറ്റ് ആർ ടെൻസ് 0 ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഒരു ആർ സ്ക്വയർ വെട്ടിപ്പോവും. പിന്നെ വരുന്നത് ലിമിറ്റ് ആർ ടെൻസ് 0 ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും അല്ലേ? ഈ കോസ് തീറ്റയും സൈൻ തീറ്റയ്ക്കും -1നും +1നും ഇടയ്ക്കുള്ള കളിയെ കളിക്കത്തുള്ളത്. അതുകൊണ്ട് ആറ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് 0യിലേക്ക് അടുക്കും. നേരെ മറിച്ച് ടാൻ തീറ്റയൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ടാൻ തീറ്റ ഇൻഫിനിറ്റിയിലേക്കും പോകാമല്ലോ, ടാൻ π/2 ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ കോസും സൈനും ആയതുകൊണ്ട് ബൗണ്ടഡ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇത് 0 ആണ്. f0 അത് f0യും 0 അല്ലേ ഡിഫൈൻ ചെയ്തിരുന്നത് ചോദ്യത്തിനകത്ത്. നേരെ മറിച്ച് f0 0 എന്നല്ല, വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ ഇതും കണ്ടിന്യൂസ് ആവാതെ വന്നേനെ. അപ്പം മുമ്പേ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളിലെല്ലാം കോസ് തീറ്റയും സൈൻ തീറ്റയും ഉള്ള എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആൻസറിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും കാണും. അത് യൂണീക്കല്ല. ഇവിടെ കോസ് തീറ്റയും സൈൻ തീറ്റയും ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ആണ്. അതുകൊണ്ട് ഇത് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതിന് ഷോർട്ട് കട്ട് പറയാം. ഈ ആദ്യത്തെ ചോദ്യത്തിലാണെങ്കിൽ മുകളിലത്തെ ഡിഗ്രി എത്രയാണ്? 2. താഴെയോ?
2 ഡിഗ്രി ഒരുപോലെയാണ്. ഈ ചോദ്യത്തിലോ മുകളിൽ ഡിഗ്രി 3 താഴെ 2. അപ്പോൾ ഡിഗ്രി മുകളിൽ കുറവാണെങ്കിൽ അല്ല കൂടുതലാണെങ്കിൽ ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഇടയ്ക്കുള്ള അത് താഴെ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ കോമ്പിനേഷൻ വേണം. ഈ 2ലും 3ലും എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലല്ലോ. ഒന്ന് S⁴4 പ്ലസ് വൈ സ്ക്വയർ, ഒന്ന് S�6 പ്ലസ് വൈ സ്ക്വയർ. അതിനെപ്പറ്റിയല്ല പറയുന്നത്. ബാക്കി അല്ലാതെ താഴെ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോ അതിൻ്റെ പവറോ വരുമ്പം മുകളിൽ ഡിഗ്രി കൂടുതലാണ് അത് കണ്ടിന്യൂസ്. വേറെ ഒന്നും നോക്കണ്ട, ചോദ്യം കാണുമ്പോഴേ ഉത്തരം എഴുതാം. അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത്രയും എഴുതിക്കേ, എന്നിട്ട് ഒടുവിൽ ഷോർട്ട് കട്ട് പറയാം. ഇത് നോട്ട് എഴുതി കഴിഞ്ഞിട്ട് കഴിഞ്ഞോ. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z = 0. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z = 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ ഷോർട്ട് കട്ട് പറയാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ന്യൂമറേറ്റർ എക്സും വൈയും കൊടുക്കുമ്പോൾ 0 ആയിരിക്കണം. പിന്നെ താഴെ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോ അതിൻ്റെ പവറോ ആയിരിക്കണം. അങ്ങനെയാണ് മുകളിൽ ഡിഗ്രി കൂടുതലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അത് റിസൾട്ട് ഒന്ന് എഴുതിക്കാം. ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു പി എക്സ് വൈ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റൈസ് ടു n ഇഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0. പി 0 0 എക്സും വൈയും 0 കൊടുക്കുമ്പോൾ 0 വരും. If z not equal to 0 and 0 if z equal to 0. Then f is continuous at z equal to 0 if and only if degree of degree of numerator is greater than. ആദ്യത്തേന് എന്നാ കുഴപ്പം? ആദ്യത്തേത് രണ്ടും ഒരുപോലെ ആയില്ലേ. താഴെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, അതിന് ഒരുപോലെ ആണ്. ഒരുപോലെ ആകാൻ പറ്റുകയില്ല, കൂടുതലായിരിക്കണം മുകളിൽ. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. അല്ലെങ്കിൽ മൈനസ് ഇട്ട് പറഞ്ഞാൽ ശരി, മൈനസ് ഇട്ടാൽ പോസിറ്റീവ് കിട്ടണം. മൈനസ് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ആദ്യത്തെ ചോദ്യത്തിൽ 0 ആണ്, ഇവിടെ 1 ആണ്. ഈ 1 ആകണം നിർബന്ധമില്ല, 0യേക്കാൾ കൂടിയത് കിട്ടിയാൽ മതി. 1.5 ആയാലും കുഴപ്പമില്ല, 1.1 ആയാലും കുഴപ്പമൊന്നുമില്ല. പോസിറ്റീവ് വരണമെന്നേ ഉള്ളൂ. 1.01 വന്നായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി ഇൻ ഓപ്ഷൻ എ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 2 - 2 ഈക്വൽ ടു 0. 2 - 2 ഈക്വൽ ടു 0.
നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുന്നു അന്നേരം. ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് ആവണ്ടേ. സോ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു 0. പിന്നെ ഇടയ്ക്കുള്ള ഓപ്ഷൻസ് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ അല്ല, കാരണം എ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയറിൻ്റെ കോമ്പിനേഷൻ അല്ലത് അല്ലേ. ഇൻ ഓപ്ഷൻ ഡി, ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 3 - 2 അല്ലേ. 3 - 2 ഈക്വൽ ടു 1. അത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ 0. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മതി, ഒന്നും എഴുതേണ്ട കാര്യം പോലും ഇല്ല. ചോദ്യം കാണുമ്പോഴേ ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ ഈ ചോദ്യങ്ങളിലൊക്കെ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനകത്ത് 2 വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സും വൈ. അപ്പോൾ എഫ് എ കണ്ടിന്യൂസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് വൈ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എക്സിൽ തന്നെയുള്ള ഫംഗ്ഷൻ ആവത്തില്ലേ. അപ്പോൾ അത് ആ പോയിന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. തിരിച്ച് എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴോ വൈയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെ വരും അന്നേരം? ഇപ്പോൾ ഈ പറഞ്ഞത് കോൺവേഴ്സ്, അതായത് ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എഫ് ഇസഡിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അറ്റ് ദ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എ, വെൻ വൈ ഈസ് കോൺസ്റ്റൻറ്റ് ദിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാം. അതുപോലെ ഇഫ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ് ദിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെ വരുമെന്ന്? കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെൻ വൈ ഈസ് കോൺസ്റ്റൻറ്റും കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു വൈ വെൻ എക്സ് ഈസ് കോൺസ്റ്റൻറ്റും ആണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്ന് വരും. അത് തെറ്റാണ്. അതിന് കാരണം ഈ ഒന്നാമത്തെ ഓപ്ഷനിലെ തന്നെ ഇതിന് കാരണമായിട്ട് പറയാം. അത് കണ്ടിന്യൂസ് ആണോ? അല്ല. പക്ഷേ വൈ കോൺസ്റ്റൻ്റായിട്ട് കരുതി കഴിഞ്ഞാൽ when y is constant, limit x tends 0 f z equal to limit x tends to 0 xy by s square plus y square എന്നല്ലേ ഈക്വൽ ടു, അതിൽ y കോൺസ്റ്റൻ്റ് ആണ്. y നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് പുറത്തെടുക്കാം. അല്ല, അത് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. നോക്കട്ടെ. അല്ല, അങ്ങനെ തന്നെ ഈക്വൽ ടു വൈ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ വൈ ഇൻറ്റു എക്സ് 0 ആവുകയല്ലേ, 0 ബൈ വൈ സ്ക്വയർ. അത് 0 ആയി പോകത്തില്ലേ? അതിൻ്റെ അർത്ഥം അല്ല, പറഞ്ഞ തെറ്റ് ശരിയാണോ? അതെ, 0 ഇൻറ്റു വൈ 0 ആയി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് സീറോ എന്ന് വൈ ഇൻറ്റു 0 എന്നങ്ങ് എഴുതിയാൽ പോരെ, മതിയല്ലോ അല്ലേ. അപ്പോൾ 0 കിട്ടി, അത് f0 ആണ്. അതിൻ്റെ അർത്ഥം ഇത് ദിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെൻ വൈ ഈസ് കോൺസ്റ്റൻറ്റ് അറ്റ് ദ പോയിൻറ്റ് 0. അതുപോലെ എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴോ കോൺസ്റ്റൻറ്റ്, ദെൻ ലിമിറ്റ് വൈ ടെൻസ് ടു 0 എഫ് ഇസഡ് ഈക്വൽ ടു, ഇവിടെ എക്സ് ആണ് പുറത്തെടുക്കുന്നത്, ലിമിറ്റ് വൈ ടെൻസ് ടു 0 വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ 0 ആകുമ്പോൾ 0 ആയിപ്പോൾ 0. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു വൈ. പക്ഷേ ഇത് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണോ? 2 വേരിയബിൾ ആകുമോ? അല്ല. അപ്പം ആദ്യം പറഞ്ഞ റിസൾട്ടിൻ്റെ കോൺവേഴ്സ് തെറ്റാണെന്നാണ്. അത് റിമാർക്കായിട്ട് എഴുതിക്കോളാം.
if f is continuous with respect to z at z equal to a, if f is continuous with respect to z at z equal to a, at z equal to a, then f is continuous with respect to x, then f is continuous with respect to x when y is constant, when y is constant, and f is continuous with respect to y, and f is continuous with respect to y when x is constant. But the converse is not true. But the converse is not true. നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ എന്നുള്ളത് അങ്ങനെയാണോ എഴുതാറുള്ളത്? ഇതുപോലെ നമ്മൾ മാത്തമാറ്റിക്സിൽ പലപ്പോഴും കോൺവേഴ്സ് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസ് ഇങ്ങനെയാണോ എഴുതുന്നത്? കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്, അല്ലേ? അങ്ങനെയല്ല എഴുതേണ്ടത്, അത് തെറ്റാണ്, തെറ്റായ പ്രയോഗമാണ്. കോൺവേഴ്സ് ശരിയാകണമെന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാകുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, കോൺവേഴ്സ് തെറ്റെന്ന് തന്നെയാണ്. അത് ഇവർക്ക് ലോജിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഇന്ത്യൻ ബുക്കുകളിൽ ഇവിടുത്തെ സാറുമാരും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ എന്ന് അങ്ങനെയല്ലേ? അങ്ങനെയല്ല എഴുതേണ്ടത്. അതിൻ്റെ കാരണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന് പറയണമെങ്കിൽ എപ്പോഴും ശരിയാകുന്നിടത്താണ് അത് ശരിയെന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിയാൽ അത് തെറ്റെന്നാണ് പറയുന്നത്, ശരിയാകണമെന്നില്ലെന്നല്ല പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിലെ അല്ലാത്തൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ മരത്തേന്ന് വീണ് കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകണമെങ്കിൽ ഈ മരത്തേന്ന് വീഴുന്ന സകല ആളുകളും മരിക്കണം. എല്ലാവരും മരിക്കുന്നുണ്ടോ? ഇല്ല, മരിക്കാത്ത ആളുകളുണ്ട്. ഞാൻ തന്നെ വീണിട്ടുണ്ട് ചെറിയതായിട്ട്, ചെറിയ വലിയ പ്രായം കുറയുമ്പോൾ. ഈ കശുവണ്ടി, ഞങ്ങളവിടെ കപ്പലുമാവെന്നാണ് പറയുന്നത്, കശുവണ്ടി. അത് ഞങ്ങൾ എൻ്റെ അനിയനും കൂടെ രണ്ടുപേരും കൂടെ താഴെ വീണിട്ടുണ്ട്. താഴെ വീണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കമ്പയിലൊക്കെ തട്ടിയത് കൊണ്ട് പരിക്ക് പറ്റിയില്ല. അങ്ങനെ പലരും മരത്തേന്ന് വീണിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പം മരത്തേന്ന് വീഴുന്ന ഒരാൾ മരിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ചിലരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട്. മരത്തേന്ന് വീഴുന്ന ആളുകൾ മരിക്കുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം ചിലർ മരിക്കുന്നില്ലേ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരുപോലെ തെറ്റാണ്. അതായത് മരത്തേന്ന് വീഴുന്ന ഒരാൾ മരിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, മരിക്കുകയില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ മരിക്കുമെന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ എല്ലാവരും ജീവിച്ചിരിക്കണ്ട, ഒരാളെങ്കിലും മരിച്ചാൽ മതി ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയാനായിട്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന് പറയണത് എപ്പോഴും ശരിയാവുന്നതാണ് ശരിയെന്ന് പറയുന്നത്. ഒരു കേസ് തെറ്റിയാൽ അത് തെറ്റെന്നാണ് പറയുന്നത്. ഇതറിയാൻ മേലാഞ്ഞിട്ടാണ് ഈ നീഡ് നോട്ട് ബി ട്രൂ എന്ന് എഴുതുന്നത്. അത് ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കോൺവേഴ്സ് നോട്ട് ട്രൂ എന്ന് തന്നെയാണ് അവിടെ, നീഡ് നോട്ട് ബി ട്രൂ എന്നല്ല എഴുതുന്നത്. അല്ലാതെ ഇപ്പോൾ എഴുതുമ്പോൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മരത്തേന്ന് വീഴുന്ന ആളുകൾ എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് നീഡ് നോട്ട് ബി ട്രൂ എന്ന് എഴുതാം അവിടെ. കാരണം ചിലർ മരിക്കും, ചിലർ മരിക്കത്തില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് നീഡ് നോട്ട് ബി ട്രൂ എന്നല്ല എഴുതേണ്ടത്, തെറ്റെന്ന് തന്നെയാണ് എഴുതേണ്ടത്. ഈ ലോജിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യൻ പുസ്തകങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണത്തുള്ളൂ. ഇന്ത്യൻ പുസ്തകങ്ങളിൽ ഇന്ത്യയിലെ സാറുമാരും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കും. അത് കണ്ടുപിടിച്ച ആളുകളുടെ കുഴപ്പമല്ല, ഇവിടെ പഠിപ്പിക്കുന്ന ആളുകൾ, പുസ്തകം എഴുതുന്ന ആളുകളുടെ കുഴപ്പമാണ്. മാത്തമാറ്റിക്സിൻ്റെ ലോജിക്ക് അറിയാൻ പാടില്ല. കുറേ കാര്യം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ ബുക്കിലും ഇങ്ങനെയാണ്, നീഡ് നോട്ട് ബി ട്രൂ. അവർക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങളെ പരീക്ഷയെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പരീക്ഷയെ ബാധിക്കുന്ന കാര്യം ഉണ്ട്, അത് നമ്മൾ ഇനി പഠിപ്പിക്കുമ്പോൾ പറയും. ഇത് അങ്ങനെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇപ്പം ഈ പറഞ്ഞത് അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം, അത് ശരിയെന്ന് പറയണമെങ്കിൽ എപ്പോഴും ശരിയാകുന്നതിനാണ് ശരിയെന്ന് പറയുന്നത്. തെറ്റെന്ന് പറയാൻ എപ്പോഴും തെറ്റണ്ട.
ഒരു കേസ് തെറ്റിയാൽ അത് തെറ്റെന്നാണ് പറയുന്നത്, ശരിയാവണമെന്നില്ലെന്നല്ല പറയേണ്ടത്. അതറിയാൻ പാടില്ലായിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ റിമാർക്ക് ബട്ട് ദ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ അവിടം വരെയാണ് എഴുതിയത് അല്ലേ? അത് കഴിഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ. ദാറ്റ് ഈസ് ഇഫ് എഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെൻ വൈ ഈസ് കോൺസ്റ്റൻറ്റ്. That is, if f z is continuous with respect to x when y is constant, and f z is continuous with respect to y, and f z is continuous with respect to y when x is constant, then it is not necessarily true that it is not necessarily true that f z is continuous with respect to x z. അതിന് എക്സാമ്പിൾ മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫംഗ്ഷൻ f z equal to f xy divided by x square plus y square, xy divided by x square plus y square if z not equal to 0 if z equal to 0. ബ്രാക്കറ്റിൽ ഓപ്ഷൻ എ ഓഫ് ദ പ്രീവിയസ് പ്രോബ്ലം എന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻ എ അല്ലേ അത്? ഓപ്ഷൻ എ ഓഫ് ദി പ്രീവിയസ് പ്രോബ്ലം. പിന്നെ we have proved that f z is not continuous at z equal 0. അല്ലേ? അത് ഒരിക്കൽ തെളിയിച്ചുണ്ടോ എന്നൂടെ പറയുന്നില്ല. we have proved that f z is not continuous at z equal to 0. ഇനി when y is constant limit x tends to 0 അല്ലെ ലിമിറ്റ് z tends to 0 എന്ന് തന്നെ എഴുതിക്കോ. എക്സ് ആകണ്ട. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ limit z tends to 0 f z equal to limit x tends to 0 x y when y is constant. അത്ര എഴുതിയാ? ഇല്ല, 0. അത് കഴിഞ്ഞിട്ട് when y is constant limit z tends to 0 f of z equals, അവിടെ പിന്നെ എക്സ് കോൺസ്റ്റൻ്റ് എക്സ് ടെൻസ് 0 എന്ന് എഴുതിയാൽ മതി. വൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൈ ഇൻറ്റു വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുക്കാം. വൈ ഇൻറ്റു ലിമിറ്റ് എക്സ് പുറത്തെടുക്കാനൊക്കെ അല്ല, കാരണം എക്സ് വേരി ചെയ്യുന്നതാണ്. ലിമിറ്റ് വൈ ഇൻറ്റു ലിമിറ്റ് എക്സ് 0 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് എക്സ് 0 ആകുമ്പോൾ ഇത് 0 ആയി പോകത്തില്ലേ? അപ്പോൾ വൈ ഇൻറ്റു 0 എന്ന് വരും equal to 0 equal to f0. So f is continuous with respect to x. f is continuous with respect to x at z equal 0 when y is constant. f is continuous with respect to x at z equal 0 when y is constant. ഇനി അതുപോലെ when x is constant limit z tends to 0 f z equal to x into limit y tends 0 y divided by x square plus y square equal to x into 0 equal to 0 equal to f0. അത്ര എഴുതിയോ? So f is continuous continuous with respect to y when x is with respect to y at z equal 0. f is continuous with respect to y at z equal 0 when x is constant. പക്ഷേ z കണ്ടിന്യൂസ് ആണോ? അല്ല. അപ്പോൾ അതിൽ നിന്ന് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് തെറ്റാണെന്ന് മനസ്സിലാക്കാം.
ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2006 HSSTക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ക്വസ്റ്റ്യനൊക്കെ അത് പറയാം എങ്ങനെയാണ്. VHSC 2006 ചോദ്യം ഇനിയും പറയാൻ പോകുന്നത്. ഇപ്പം പറഞ്ഞത് തന്നെ എന്താ VHSCക്ക് ഉണ്ടല്ലോ. VHSC മാത്സ് ഉള്ള ഗ്രൂപ്പുണ്ട്, അല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അവർക്ക് ഈ ലബോറട്ടറി ടെക്നീഷ്യനൊക്കെ പഠിക്കുന്ന ബയോളജിയാണ്, മാത്സ് ഇല്ല. ചില ഈ വേറെ ഏതോ ഒക്കെ ഗ്രൂപ്പുകളുണ്ട്, റേഡിയോ മെക്കാനിസം. ആനിമൽ ഹസ്ബൻഡറിക്ക് മാത്സ് ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ട് ബയോളജി. അല്ല, മാത്സ് ഉള്ളത് ഈ റേഡിയോ അങ്ങനെയുള്ളതിനൊക്കെ. അതതിൻ്റെ ചോദ്യമാണ്. VHSC 2006. അതൊക്കെ എഴുതിയിട്ടാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനത്തെ വരുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. ദി ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ f of z equals xy divided by x square plus y square. F of xy equal to xy divided by x square plus y square. If x equals 0, x not equal to 0 and y not equal to 0, and y not equal to 0. 0 if x equals 0 and y equals 0. Then which of the following is true? Which of the following is true? Option A, f is continuous with respect to x. F is continuous with respect to x. Option B, f is continuous with respect to x but not continuous with respect to y. Option C, f is continuous with respect to y but not continuous with respect to x. Not continuous with respect to x. C ആണോ പറഞ്ഞപ്പോൾ? D, f is continuous with respect to x and f is continuous with respect to y. ഈ ഓപ്ഷൻസിനൊന്നും പൂർണ്ണതയില്ല. അതായത് അവരുദ്ദേശിക്കുന്നത് എ കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെൻ വൈ ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോഴേ ഇതിന് അർത്ഥം വരികയുള്ളൂ. അല്ലാതെ വൈയുടെ കാര്യം ഒന്നും പറയാതെ ചുമ്മാ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത്? അത് രണ്ടാമത്തേനും എല്ലാത്തിനും ആ കുഴപ്പമുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപടി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വേറെ ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ വായിക്കാതെ പറ്റത്തില്ലല്ലോ. അല്ല, എന്നല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? എയും ഡിയും. പക്ഷേ അവർ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിതിനോടൊക്കെ വിയോജിപ്പാണ്. ആദ്യത്തെ എന്താണ് കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഈ പൂളന്മാരെന്നതാണ് എഴുതി വെക്കുന്നത്? എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതലുള്ള കാര്യം എഴുതിക്കണം. അവന്മാരതാണ് കണക്കാക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്തമാറ്റിക്സിൽ പകുതി ശരിയും മുക്കാലും ശരിയും കാൽഭാഗം ശരിയൊന്നുമില്ല. ശരി പൂർണ്ണമായിട്ട് ശരിയുള്ളതിനാണ് ശരിയെന്ന് പറയുന്നത്. ഓപ്ഷൻ എക്ക് എന്തെങ്കിലും കുറവുണ്ടോ അതിനകത്ത്? ശരിയല്ലേ? പിന്നെന്താ അതിനെന്താ കുഴപ്പം? ഈ ഉളന്മാർ എഴുതാനുള്ള എങ്ങനെയാണെന്ന് അറിയത്തില്ല.
ഊളന് തന്നെ ഞാൻ വിളിക്കും. അങ്ങനെ പലപ്പോഴും കുഴപ്പങ്ങളുണ്ട് ഇതിനകത്തെല്ലാം. എഴുതാൻ അറിയത്തില്ല. അവന്മാരോട് ചോദിച്ചാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും പറയുന്നത്. ഓപ്പൺ സ്റ്റേജിൽ ആരും പറയുന്നില്ലല്ലോ, രഹസ്യമായിട്ടല്ലേ പറയുന്നത്, ആരും കേൾക്കത്തില്ലല്ലോ. അതാണ് കുഴപ്പം. ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലിടാം, അവന്മാരെ പരിഹസിച്ച് മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ എഴുതും. ഒരുത്തനും ഒന്നും മിണ്ടത്തില്ല. അവൻ പിന്നെ ഇത് കാണുന്നുണ്ടാകണമെന്നില്ല, ഈ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണണമെന്നില്ലല്ലോ. പക്ഷെ കാണുന്ന വേറെ ആർക്കെങ്കിലും പ്രതികരിക്കാൻ നീ ഒരുത്തരും പ്രതികരിക്കത്തില്ല. അപ്പോൾ എഴുതേണ്ടത് PSCയുടെ കീഴിൽ D ആണ്. നിങ്ങളത് എഴുതിയാൽ മതി, ഇത് പരീക്ഷ ചോദ്യം വന്ന്. എന്നാൽ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാം. A and D are true എന്ന് എഴുതാം. A and D are true. Aക്ക് ഒരു കുഴപ്പമില്ല. A തന്നെയല്ലേ BDയുടെ ഒരു പാർട്ട്. ഡിയിലുള്ളത് മുഴുവൻ എയിൽ ഇല്ലെന്നേ ഉള്ളൂ കുഴപ്പം. അതുകൊണ്ട് അതെങ്ങനെയാണ് തെറ്റാവുന്നത്? അത് പരിപൂർണമായിട്ട് ശരിയല്ലേ? പിന്നെ എന്ത് ലോജിക്കാണ് ഇതിനകത്തിരിക്കുന്നത്? വല്ല ലോജിക്കും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ ശരിയുള്ളത്, കൂടുതൽ കാര്യങ്ങളുള്ളത് ശരിയാണെങ്കിൽ അത് എഴുതണം. എന്നും പറഞ്ഞ് കുറച്ച് കാര്യമുള്ളത് എങ്ങനെ തെറ്റാവുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യത്തെ തെറ്റാണോ? തെറ്റല്ലെന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ. D ശരിയാണെങ്കിൽ Aയും ശരിയാവണ്ടേ അല്ലേ? പിന്നെ എങ്ങനെ അത് തെറ്റാന്ന് പറയുന്നത്? അവർ ചോദിച്ചാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്, ഇതെങ്ങനെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? രണ്ടും ശരിയാണ്. ഇതുപോലെ പല സന്ദർഭങ്ങളും വരുന്നുണ്ട്, ഇവിടെ മാത്രമല്ല. എനിക്കിതിനോടൊക്കെ വിയോജിപ്പാണ്, ഞാനതിവിടെ പറയും. അടുത്ത ഹെഡിങ് ഡിഫറൻഷ്യബിലിറ്റി എന്നത്. ഡിഫറൻഷ്യബിലിറ്റി F is said to be differentiable at Z equal to A if limit Z tends to A, F is Z minus FA by Z minus A XST ആണെന്നത്. ആ കേസിൽ ഈ ലിമിറ്റിന് ഡെറിവേറ്റീവ് എന്ന് പറയും. നൊട്ടേഷൻ F' എന്നാണ്. ഇത് ഇസഡിന് എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0/0 എക്സിസ്റ്റ് ചെയ്തില്ല. പക്ഷേ അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയും, ചെയ്യാത്തപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ലെന്നും പറയും. ആ കേസിൽ ഇതിന് പറയുന്ന പേര് ഡെറിവേറ്റീവ് ഓഫ് FZ അറ്റ് ദ പോയിന്റ് Z equal to A, അല്ലെങ്കിൽ അതിന് F' എന്ന് ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ F' എന്ന് പറയുന്നത് ലിമിറ്റ് Z tends to A FZ minus FA by Z minus A. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫിനിറ്റ് ഡയറക്ഷൻസ് ഉണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയാം. ഇതിന് ഒരു ഓൾട്ടർനേറ്റ് ഡെഫിനിഷൻ പറഞ്ഞു, മുമ്പത്തെ കണ്ടിന്യൂറ്റി പറഞ്ഞതുപോലെ ഇസഡിന് A+H എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ HZ minus A എന്ന് കൊടുക്കുക. അപ്പോൾ ZA ആകുമ്പോൾ എന്ത് സംഭവിക്കും? ZA ആകുമ്പോൾ H 0 ആകത്തില്ലേ? അല്ലെങ്കിൽ Z tends to A ആകുമ്പോൾ H tends to 0. അപ്പോൾ ഇതെന്ത് പറയാൻ പറ്റും? ലിമിറ്റ് Z tends to A FZ minus FA by Z minus A എന്ന് പറയുന്നത് ലിമിറ്റ് H tends to 0 ZA+H ആണ്. F of A+H മൈനസ് F of A ഡിവൈഡഡ് ബൈ H എന്ന് വരും. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. അത് ഇതിന് വലിയല്ലേ. അപ്പോൾ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം. ദി ഫംഗ്ഷൻ F is said to be differentiable at Z equal to A if limit H tends to 0 F of A+H minus F of A by H XX. അപ്പോൾ അത്രയും ഒന്ന് എഴുതുക. ഡിഫറൻഷ്യബിലിറ്റി ഉള്ള ഹെഡിങ്. ദി ഫംഗ്ഷൻ F is said to be differentiable at Z equal to A. The function F is said to be differentiable at Z equal to A if
if limit z tends to a, fz minus fa by z minus a exits. And in this case exits and sentence തീർന്നില്ല. And in this case this limit is called the derivative of f is z. The derivative f at z equal to a. Derivative of f at z equal to a and is denoted by f dash a. That is f dash a equals limit z tends to a, fz minus fa by z minus a. അടുത്ത ലൈനിൽ put z h is equal to z minus a or z equal to a plus h. ഇത്ര എഴുതിയോ? as z tends to a, h tends to 0. Therefore limit z tends to a, fz minus fa by z minus a equal to limit h tends to 0, f of a plus h minus fa divided by h. So sentence concluded. So f is said to be differentiable. At z equal to a if limit h tends to 0, f of a plus h minus fa by h exists. Limit z tends to a, f of a, limit h tends to 0, f of a plus h minus f of a divided by h exists. f of a എന്നാണ് z അല്ല കേട്ടത്. ഇതിൻ്റെ ഒരു ചെറിയ തിയറം ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിൻ്റ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വരും: ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് z equal to a, then it is continuous at z equal to a. കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് z tends to a, f a ആകണം അല്ലേ? അതാണ് കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ അതിന് പകരം ലിമിറ്റ് z tends to a, fz മൈനസ് f of a 0 ആണെന്ന് കാണിച്ചാലും മതിയല്ല. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ പോവുകയാണ്. ലിമിറ്റ് z tends to a, fz മൈനസ് f a ഈക്വൽ ടു, ഡയറക്റ്റ് 0 എന്ന് കാണിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതിന് പകരം z മൈനസ് a കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ചേഞ്ച് വരത്തില്ലല്ലോ, ഇങ്ങനെ എഴുതത്തില്ലേ? z മൈനസ് എയും ക്യാൻസലായി പോവുകയില്ലേ? ഇത് തന്നെ വരും. ഈക്വൽ ടു ലിമിറ്റ് z tends to a, fz മൈനസ് എഫ് എ ബൈ z മൈനസ് എ ഇൻറ്റു ലിമിറ്റ് z tends to a, z മൈനസ് എ എന്ന് കിട്ടും. ഇതെന്താണ് ഈ ലിമിറ്റ്? ഇപ്പോൾ ഡിഫറൻഷ്യബിൾ തന്നിട്ടുണ്ട്, എഫ് ഡാഷ് എന്ന് എഴുതാം അല്ലേ? എഫ് ഡാഷ് എ ഇൻറ്റു ഇതോ z എയിലെടുക്കും, z മൈനസ് എന്തിലേക്ക് എടുക്കുന്നത്? 0യിലേക്ക് എടുക്കും. അപ്പോൾ 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വലൻ ടു ലിമിറ്റ് z tends to a, fz ഈക്വൽ ടു എഫ് എ എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. ദിസ് ഷോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to a. ഈ പ്രൂഫിൽ നമ്മൾ എഫ് ഡിഫറൻഷ്യബിൾ എന്നുള്ളത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പ്രൂഫിനിടയ്ക്ക് ഇത് എഫ് ഡാഷ് എന്ന് എഴുതുന്നിടത്താണോ? അവിടെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഡിഫറൻഷ്യബിൾ എന്നുള്ള കാര്യം പ്രൂഫിൽ എവിടെയാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ ചോദിച്ചത്. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഡിഫറൻഷ്യബിൾ തന്നിട്ടില്ലെന്ന് വെച്ചോ, ഇത് എന്ത് തന്നെയായാലും ഇത് 0 ആയി പോവുമല്ലേ? 0 ഇൻറ്റു എനി നമ്പർ 0 അല്ലേ? അപ്പോൾ പിന്നെ എവിടെയാണ് ഡിഫറൻഷ്യബിൾ ഉപയോഗിച്ചത്? എൻ്റെ ചോദ്യം മനസ്സിലായതുകൊണ്ടാണ്. അങ്ങനെ ഒരിടത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ സകല ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് വരത്തില്ലേ? മാത്തമാറ്റിക്സിലെ അല്ലേ?
സകല ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിൽ പിന്നെ ചീത്ത എന്നൊരു കാര്യം ഉണ്ടായിരിക്കുമോ? ചീത്ത ഉള്ളത് കൊണ്ടാണ് നല്ലതിന് പ്രസക്തി വരുന്നത്, ഇല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് എന്ന് വരും, അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പോൾ എവിടെയെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ക്ലിയറാണ്. ഞാൻ പറയാം എങ്ങനെയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് രണ്ടിൻ്റെയും ലിമിറ്റിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഇത് രണ്ടായിട്ട് എഴുതിയില്ലേ, രണ്ടായിട്ട് എഴുതാൻ സാധിക്കണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന അറിയാമെങ്കിൽ മാത്രമേ രണ്ടിൻ്റെയും പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഡിഫറൻഷ്യബിൾ ആണ് തന്നിട്ടില്ലേ, അതായത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അപ്പം ഇത് ഡിഫറൻഷ്യൽ ഡെഫിനേഷൻ ഇവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. പലരും അങ്ങനെയൊക്കെ എഴുതും. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0, വേറെ എക്സാമ്പിൾ പറയാം. എക്സ് സൈൻ 1/x എന്നുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 1/x എന്ന് പലരും എഴുതാറുണ്ട്. അത് തെറ്റാണ്. കാരണം ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ 1/x എക്സിസ്റ്റ് ചെയ്യത്തില്ല. എക്സ് വലുതാകും തോറും ചെറുതാകും തോറും 1/x വലുതാകും. പക്ഷേ അത് സൈൻ 1/x അതനുസരിച്ച് മാറും. അത് ഒരു നമ്പറിലേക്ക് അടുത്തടുത്ത് വരികയില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ പക്ഷേ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് 0 ഇൻറ്റു ഇത് 0 ഇൻറ്റു ദിസ് 0 എന്ന് എഴുതും. പക്ഷേ ഭാഗ്യവശാൽ ഉത്തരം ശരിയാണ്. എഴുതേണ്ട അങ്ങനെയല്ല. ഈ സൈൻ എന്ന് പറയുന്നതും കോസ് എന്ന് പറയുന്നതും -1നും 1നും ഇടയ്ക്കായിരിക്കും. ഇത് 0യിൽ കിടക്കും തോറും പ്രോഡക്റ്റ് 0 ആവും. അങ്ങനെയാണ് എഴുതുന്നത് നേരിട്ട്. ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിഫറൻഷ്യബിലിറ്റിയുടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് സ്റ്റെപ്പ് 2-ലാണ്. ഇത് ഇങ്ങനെ എഴുതാൻ സാധിച്ചത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ്. എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ടാണ്. അത്രയൊന്നും അടുത്ത തിയറം വളരെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടേ അത് ശരിയാണ്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ്. എൻ്റെ കോൺവേഴ്സ് എങ്ങനെ വരും? ശരിയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യൽ. അത് തെറ്റാണ്. അതിന് ഇത് കഴിഞ്ഞിട്ട് പറയാം. ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കും ചിലപ്പം. എപ്പോഴും വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമല്ല ചോദ്യം വരുന്നത്. തിയറം ഒന്ന് എഴുതുക. ഇഫ് f is continuous at z equal to a. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടില്ല ഈ ബുക്കിൽ. ചെയ്തതിൻ്റെ പ്രൂഫ് മാത്രമേ ഉള്ളൂ, വിട്ടുപോയതാണ്. കുഴപ്പമില്ല. എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഇഫ് എങ്ങനെ എഴുതാം? ഇഫ് എഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ്. ഇഫ് എഫ് എന്ന് എഴുതിയാലും മതി. എഫ് ഈസ് കണ്ടിന്യൂസ് അല്ല, ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് z equal to a. If f is differentiable at z equal to a, then f is continuous at z equal to a. F is continuous at z equal to a. In a proof, we have to prove that limit z and a f is z equal to fa. We have to prove that limit z and a f is z equal to fa. That is, limit z and a f z minus fa equal to 0. So consider limit z and a f z minus fa equal to bold എഴുതിയിട്ടുണ്ടാകും, നോക്കി എഴുതുക.
ഇത് എഴുതി ഇത്ര എഴുതിയ. Therefore limit z tends to a f z equal to f എന്ന് കിട്ടും. So f is continuous at z equal to a. f is continuous at z equal to a. റിമാർക്കായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. റിമാർക്കായിട്ട് ദി കോൺവേഴ്സ് ഓഫ് ദി എബോവ് തിയറം ഈസ് നോട്ട് ട്രൂ. ഇത് റിയൽ കേസിലും ശരിയാണ് കേട്ടോ, കോൺവേഴ്സ് തെറ്റാണ്. ദ കോൺവേഴ്സ് ഓഫ് ദി എബോവ് തിയറം ഈസ് നോട്ട് ട്രൂ. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇഫ് എഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ, എഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ, comma, then it is not necessarily true that f z is differentiable at z equal to a. And it is not necessarily true that f z is differentiable at z equal to a. In other words, continuity is not a sufficient condition for differentiability. In other words, continuity is not a sufficient condition for differentiability. Continuity is not a sufficient condition for differentiability. It is only a necessary condition for differentiability. It is only a necessary condition for differentiability. It is only a necessary condition for differentiability. അതിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ ഞാൻ പറയാം. ആ കൗണ്ടർ എക്സാമ്പിളും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മോഡുലസ് ഇസഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ 0യിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുകയുള്ളൂ. പക്ഷേ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഡിഫറൻഷ്യബിൾ ആകുന്ന ഒറ്റ പോയിന്റുകൾ 0യിൽ മാത്രം. ഇത് റിയൽ കേസ് നേരെ തിരിച്ചാണ്. മോഡുലസ് എക്സ് എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആകാതിരിക്കുന്നത്? 0യിൽ മാത്രം ഡിഫറൻഷ്യബിൾ അല്ല, ബാക്കി എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ. ഇവിടെ അങ്ങനെയല്ല, 0യിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആകത്തുള്ളൂ കോംപ്ലക്സ് കേസിൽ. മറ്റേ 0യിൽ മാത്രം ഡിഫറൻഷ്യബിൾ അല്ലെന്നാണ്. ഇവിടെ 0യിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആണ്, ബാക്കി ഒരിടത്തും ഡിഫറൻഷ്യബിൾ അല്ല. അത് നമ്മൾ ആദ്യമേ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അറ്റ് എ ബി എനി കോംപ്ലക്സ് നമ്പർ അങ്ങനെ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് എഫ് എ ആയാൽ മതി. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് ഇസഡ് മോഡ് ഇസഡ് സ്ക്വയർ ആണ്. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 മോഡ് ഇസഡ് സ്ക്വയർ എന്നുള്ളത് ഇസഡ് ബാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എ പ്ലസ് എച്ച് ഇൻറ്റു എ പ്ലസ് എച്ച് ബാർ എന്ന് എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എ പ്ലസ് എച്ച് ഇൻറ്റു എ ബാർ പ്ലസ് എച്ച് ബാർ എന്ന് വരും. ഈക്വൽ ടു എച്ച് 0 ഇതും 0 ആകും, ഇതും 0 ആകും. അപ്പോൾ എ ബാർ എന്ന് കിട്ടത്തില്ലേ? എ ബാർ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ സ്ക്വയർ ആണ്. അത് എഫ് ഓഫ് എ എന്ന് എഴുതത്തില്ലേ? അപ്പോൾ എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ ആണ്. അതിൻ്റെ അർത്ഥം ഇത് കണ്ടിന്യൂസ് ആണെന്നാണ്. എയിൽ എല്ലാ എയ്ക്കും ഇത് ശരിയാണ്. അപ്പോൾ മുഴുവൻ പോയിന്റും കണ്ടിന്യൂസ് ആണ്. ബാക്കി ഇത് കഴിഞ്ഞിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു മോഡുലസ് ഇസഡ് സ്ക്വയർ. ഇത് വളരെ പ്രധാനപ്പെട്ട മാർക്ക് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു മോഡുലസ് ഇസഡ് സ്ക്വയർ. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. This function is continuous at all points. This function is continuous at all points, but differentiable only at the origin.
but differentiable only at the origin. എന്നിട്ട് അതിൻ്റെ പ്രൂഫ് ബോർഡിലുണ്ട്. let a be any complex number, then let a be any complex number, then limit h tends 0 f of a plus h equal to limit h tends 0 modulus a plus h whole square. mod z square z bar ആണ്. അപ്പോൾ ഇത് ലിമിറ്റ് h tends 0 a plus h into a plus h bar എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് h tends 0 a plus h into a bar plus h bar. അത് a bar എന്ന് കിട്ടും. അതായത് മോഡുലസ് എ സ്ക്വയർ. അതുകൊണ്ട് എഫ് ഓഫ് എ എന്ന് എഴുതാം. Therefore, f is continuous at z equal to a. Therefore, f is continuous at z equal to a. ഇത് എല്ലാ എയ്ക്കും ശരിയാണ്. അല്ലെങ്കിൽ എ ആർബിട്രറി ഏത് എഴുതാലും ശരിയാണ്. സിൻസ് എ ഈസ് ആർബിട്രറി എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. f is continuous at all points. ഇനി ഇത് സീറോയിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ലിമിറ്റ് h tends 0 f of a plus h minus f a ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യണം. ഈക്വൽ ടു ഇപ്പോൾ എഴുതരുത്, കൂടെ എഴുതരുത്. ലിമിറ്റ് h tends 0 എഫ് ഓഫ് ഇസഡ് മോഡുലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് മോഡ് എ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, ഇത് മോഡുലസ് എ സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് h tends 0 എ പ്ലസ് എച്ച് ഇൻറ്റു എ ബാർ പ്ലസ് എച്ച് ബാർ മൈനസ് എ ബാർ ബൈ എച്ച് എന്ന് എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് h tends 0 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ബാർ പ്ലസ് എ ബാർ എച്ച് പ്ലസ് എ എച്ച് ബാർ പ്ലസ് എച്ച് എച്ച് ബാർ മൈനസ് എ ബാർ. ഇതും ക്യാൻസലായി പോവുകയല്ലേ. പിന്നെ വരുന്നത് ലിമിറ്റ് h tends 0 എ ബാർ എച്ച് ബാർ എച്ച് ബൈ എച്ച് 1 ആയി പോകും. എ ഇൻറ്റു എച്ച് ബാർ ബൈ എച്ച് പ്ലസ് എച്ച് വെട്ടി എച്ച് ബാർ എന്ന് വരും അല്ലേ. ഈക്വൽ ടു എ ബാർ പ്ലസ് എച്ച് ബാറിൻ്റെ ലിമിറ്റ് 0 ആയി പോകും. പക്ഷേ ഇത് ബൈ എച്ച് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എ ഇൻറ്റു ലിമിറ്റ് h tends 0 എച്ച് ബാർ ബൈ എച്ച് എന്ന് കിട്ടും. ഈ ഏതെണ്ണ 0 ആണെന്ന് കരുതുക. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് f0 ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ ലിമിറ്റ് എന്ന് കിട്ടും ഇല്ലേ. h0 എന്ന് കൊടുത്താൽ അല്ല a0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ലേ. അപ്പോൾ എ വരുന്നിടത്തൊന്നും ഇല്ല. പിന്നെ എന്താ a0 ആകുകയാണെങ്കിൽ ഇത് 0 ആയി പോകത്തില്ലേ. ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിഫറൻഷ്യബിൾ ആണെന്നാണ്. ദിസ് ഷോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് z ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. മറിച്ച് ഇപ്പോൾ a0 അല്ലെന്ന് വിചാരിക്കാം. സപ്പോസ് ദാറ്റ് a നോട്ട് ഈക്വൽ ടു 0. അവിടെ രണ്ട് കേസ് നമ്മൾ എടുക്കുകയാണ്. കേസ് 1 h റിയൽ ആണെന്ന് എടുക്കുക. അതായത് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത് ഇതല്ലേ 0. ഇങ്ങനെ ടെൻഡ് ചെയ്യുക, ഇങ്ങനെ ടെൻഡ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ടെൻഡ് ചെയ്യരുതല്ലേ. അപ്പോൾ 0 റിയൽ ആക്സിസിൽ കൂടെ ടെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. h റിയൽ ആണെന്ന് വിചാരിക്കുക. റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? അത് റിയൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. h ബാർ h തന്നെയായിരിക്കും. അപ്പോൾ h ബാർ ബൈ h 1 അല്ലേ. അപ്പോൾ ലിമിറ്റോ അതും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ലിമിറ്റ് എന്താവും? എ ബാർ പ്ലസ് എ എന്ന് വരത്തില്ലേ. പിന്നെ h പ്യുവർലി ഇമാജിനറി ആണ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടെ h പ്യുവർലി ഇമാജിനറി ആണെന്ന് എടുക്കുക. അപ്പോൾ h ബാർ എന്താ 3i കോൺജുഗേറ്റ് എത്രയാണ്? -3, അതായത് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ h ബാർ -h ആയിരിക്കും.
അപ്പോൾ എച്ച് ബാർ ബൈ എച്ച് മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് എ ബാർ മൈനസ് എ എന്ന് വരും. ആദ്യം പറഞ്ഞ എത്രയായിരുന്നു? എ ബാർ പ്ലസ് എ. ഇത് എ ബാർ രണ്ടും ഒന്നല്ലല്ലോ, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആവത്തില്ല. 0 അല്ലാതെ ഒരു പോയിന്റിലും ഇത് ഡിഫറൻഷ്യൽ. പക്ഷേ കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിലോ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിക്ക് ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് മാത്രം ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ എഴുതി നിർത്തിയതെവിടെ? ശരി. അടുത്ത സെൻറ്റൻസ് ആയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് 0. ഇത് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഡിവൈഡഡ് ബൈ എച്ച്. അത് ഇവിടം വരെ ഉണ്ട്. എഴുതണ്ട, ഇത്രയും മാത്രം. താഴെ വരെ എഴുതിയോ? ഇല്ല. ഇപ്പോൾ എഴുതിയോ? അത് സെൻറ്റൻസ് ഇഫ് എ ഈക്വൽ ടു 0 ദെൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എ കാണുന്നിടത്തൊക്കെ 0 കൊടുക്കുക. അപ്പോൾ ഇത് F0 പ്ലസ് എച്ച് എന്നാവും അല്ലേ? മൈനസ് F0 ഡിവൈഡഡ് ബൈ എച്ച്. ഇത് 0 ബാർ 0 തന്നെ. 0 ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, 0 ആയി പോകല്ലേ, 0 എന്ന് കിട്ടും. സോ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് z equal to 0. So f is differentiable at z equal to 0. Differentiable at z equal to 0 and f dash 0 is equal to 0 and f dash 0 equal to 0. Suppose that a is not equal to 0. Suppose that a is not equal to 0. Suppose that a is not equal to 0. Case 1. If h is real, then h bar equal to h. So that h bar by h is equal to 1 and limit h tends to 0. H bar by h is equal to 1. Therefore, limit h tends to 0. F of a plus h minus f of a by h equal to a bar plus a എന്ന് കിട്ടും. a bar plus a അത് 1 എന്ന് എടുക്കുക. ആ ലിമിറ്റ് അത് കഴിഞ്ഞിട്ട് if h is purely imaginary, then h bar equal to minus h. So that h bar by h is equal to minus 1 and limit h tends 0, h bar by h equal to minus 1. Therefore, limit h tends to 0, f of a plus h minus f a divided by h equal to a bar minus a എന്ന് കിട്ടും. അത് നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്യും.
അത്ര എഴുതിയോ? സിൻസ് ലിമിറ്റ്സ് 1 and 2 are different. Since limits 1 and 2 are different, limit h tends 0, limit h tends 0, limit h tends 0, f of a plus h minus f of a, f of a plus h minus f of a by h does not exist. Does not exist if a not equal to 0. So if a not equal to 0, so if a not equal to 0, so if a not equal to 0, then f z is not differentiable at z equal to a. F is not differentiable at z equal to a. ഇനി ഇപ്പം നമ്മൾ ചെയ്ത ചോദ്യം 0യിൽ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ? വേറെ ഒരിടത്തും ഇനിയും പറയാൻ പോകുന്നത് ഒരിടത്തും ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു ഫംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. നോവെയർ ഡിഫറൻഷ്യബിൾ ആണ്. അത് ഇസഡ് ബാർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇസഡ് ബാർ ഇസഡ് ബാർ എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. ഇതും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഒരിടത്തും ഡിഫറൻഷ്യബിൾ അല്ല. നോവെയർ ഡിഫറൻഷ്യബിൾ മുമ്പത്തെ ഒരിടത്തെങ്കിലും ആയിരുന്നു, ഇതൊന്നും ഒരിടത്തും ഇല്ല. അത് ആദ്യം കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യാം നമുക്ക്. ലിമിറ്റ് എച്ച് ടെൻസ് 0, എഫ് ഓഫ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ലിമിറ്റ് എച്ച് ടെൻസ് 0, എ പ്ലസ് എച്ച് ബാർ അല്ലേ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് 0, എ ബാർ പ്ലസ് എച്ച് ബാർ. എച്ച് 0യിൽ നിന്ന് എച്ച് ബാർ 0യിലേക്ക്, അത് എഫ് എ അല്ലേ? അതിൻ്റെ അർത്ഥം ഇത് കണ്ടിന്യൂസ് ആണെന്നാണ്. ഇനി ഡിഫറൻഷ്യബിലിറ്റിയുടെ എടുത്താൽ ലിമിറ്റ് എച്ച് ടെൻസ് 0, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് എ ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0, എഫ് ഓ എ പ്ലസ് എച്ച് ബാർ അല്ലേ മൈനസ് എ ബാർ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0, എ ബാർ പ്ലസ് എച്ച് ബാർ മൈനസ് എ ബാർ ബൈ എച്ച്. എ ബാർ ക്യാൻസലായി പോകില്ലേ? അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0, എച്ച് ബാർ ബൈ എച്ച്. മുമ്പേ പറഞ്ഞതുപോലെ റിയൽ ആക്സിസിൽ കൂടെ ടെൻഡ് ചെയ്താൽ ഇത് 1ഉം ഇമാജിനറി ആക്സിൽ ടെൻഡ് ചെയ്താൽ -1. രണ്ടും ഡിഫറൻ്റ് അല്ലേ? അതുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകത്തില്ല. മുമ്പേ ഒരു കേസിൽ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു, ഇവിടെ അതുമില്ല. 0യിലും ഡിഫറൻഷ്യബിൾ അല്ല. അത് അടുത്ത ചോദ്യമായിട്ട് ചോദ്യം പറഞ്ഞില്ലല്ലോ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു, ഇത് രണ്ടും ഈ മുകളിൽ പറഞ്ഞ തിയറത്തിൻ്റെ കോൺവേഴ്സ് സെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കാം. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബാർ ഈസ് continuous at all points, continuous at all points, but nowhere differentiable, but nowhere differentiable, but nowhere differentiable. And the answer, let a be any complex number, let a be any complex number, then limit h tends to 0, f of a plus h equal to limit h tends to 0, a plus h bar അത് ഇവിടം വരെ ഇടയ്ക്ക് എഴുതാനുണ്ട്, താഴോട്ട് എഴുതരുത്, ഇവിടം വരെ എഴുതാറുണ്ട്. ഇത്രയും കിട്ടിയ എഫ് ഓഫ് എ. സോ
അതിനുശേഷം so f is continuous at z equal to a. So f is continuous at z equal to a. Since a is arbitrary, f is continuous at all points. ഇനി സാധാരണ ഞാൻ പറയാത്ത കാര്യമാണ്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല ഒരു ക്ലാസ്സിൽ. ഈ എപ്സിലോണും ഡെൽറ്റയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ, അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 അല്ലെ ലിമിറ്റ് z ടെൻസ് ടു a f z h എടുക്കാതെ അല്ല a എടുക്കാതെ അല്ല h എടുക്കാതെ അല്ല z മൈനസ് എഫ് എ അല്ലേ, ലിമിറ്റ് z ടെൻസ് ടു a f z മൈനസ് എഫ് എ, അതിൻ്റെ മോഡുലസ് എപ്സിലോണിനേക്കാൾ കുറയുമ്പം അല്ല മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എ എന്ത് വരുമെന്ന് നോക്കാം നമുക്ക്. ഇതൊരു ഇസഡ് എ ബാർ അല്ലേ, അല്ല ഇസഡ് ബാർ അല്ലേ എഫ് ഇസഡ്, അപ്പോൾ എഫ് എ എന്നുള്ള എ ബാറും വരും അല്ലേ. എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് മൈനസ് എ ബാർ, മോഡ് ഇസഡ് ബാറും മോഡ് ഇസഡ് തന്നെയാണ്. കാരണം ഇസഡ് എക്സ് പ്ലസ് ഐ വി ആണ്, മോഡ് ഇസഡ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഇസഡ് ബാർ എക്സ് മൈനസ് ഐ വി, അതിൻ്റെ മോഡുലസ് അത് തന്നെ വരത്തില്ലേ. അപ്പോൾ ഈ മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ മോഡ് എഫ് ഇസഡ് മൈനസ് എഫ് എയും ലെസ് ദാൻ എപ്സിലോൺ ആകത്തില്ലേ. മുമ്പ് പറഞ്ഞ ഡെഫിനിഷൻ ഡെൽറ്റയും എപ്സിലോൺ ഒന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ഡെൽറ്റ വേണമെന്നേ ഉള്ളൂ, ഇത് രണ്ടും ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും പറയാം, അതുകൊണ്ട് ഓർന്നിട്ടിട്ട് mod of z minus fa equal to mod z bar minus a bar equal to mod z minus a whole bar equal to mod z minus a. So mod f z minus fa is less than epsilon if mod z minus a less than epsilon. അതായത് നമ്മളെ ഡെഫിനേഷനിൽ ഡെൽറ്റയും എപ്സിലോണും ഇവിടെ കോയിൻസൈഡ് ചെയ്യും. സാധാരണ ക്ലാസ്സിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് z equal to a. ഇനിയും ഡിഫറൻഷ്യബിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ലിമിറ്റ് h ടെൻസ് 0 f ഓഫ് a പ്ലസ് h മൈനസ് എഫ് എ ഡിവൈഡഡ് ബൈ h equal to limit h tends 0 a plus h bar minus a bar divided by h equal to h a bar cancel ആയിട്ട് h bar by h എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കേസുകളാണ്. കേസ് 1, if h is real then h bar equal to h, so that h bar by h is equal to 1 and limit h tends 0 h bar by h is equal to 1. So limit h tends 0 f of a plus h minus f a divided by h 1 എന്ന് കിട്ടും ഇല്ലേ, അത് നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യും. If h is purely imaginary, then h bar equal to minus h, so that h bar by h is equal to minus 1 and limit h tends to 0 h bar by h is equal to minus 1. Therefore limit h tends to 0 f of a plus h minus f of a divided by h equal to minus 1 എന്ന് കിട്ടി. ഇത് രണ്ടും രണ്ട് അല്ലേ.
ഇത്ര എഴുതിയ മുഴുവൻ കണ്ടൻസ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെ therefore എന്നല്ല since limits 1 and 2 are different limit h tends 0 f of a plus h minus fa divided by h does not exist. Hence f z is not differentiable at z equal to a. Hence f z is not differentiable at z equal to a. Since a is arbitrary, comma, f is nowhere differentiable. ഇനി അരമണിക്കൂർ കഴിഞ്ഞെടുക്കും കേട്ടോ.